ഈ വീഡിയോ ഇടണം എന്നുള്ളത് കുറേ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. കാരണം നിർണായകമായുള്ളൊരു ഘട്ടത്തിലൂടെയാണ് ക്ലബ്ബ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ കളിക്കുന്ന എല്ലാ ക്ലബ്ബുകളും കിരീടവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ക്ലബ്ബിന് പോലും ഒരു കിരീടം ഇല്ലാത്തല്ല. നമ്മളീ 11 കൊല്ലമായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. എന്നാൽ ആരാധകർക്കാണെങ്കിലോ ഒരു കുറവുമില്ല. നല്ലൊരു ക്ലബ്ബാണ്. ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫാൻ ഗ്രൂപ്പുകളുടെ അടുത്താണ്. പല ഫാൻ ഗ്രൂപ്പുകളും ആക്റ്റീവായിട്ട് ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ തോന്നിവാസത്തിനെതിരെ നന്നായിട്ട് ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ആ ഒരു ഫാൻ ഗ്രൂപ്പുകളുടെ കൂടെ നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് ഞാൻ പറയുന്നത് ഇന്ന ഫാൻ ഗ്രൂപ്പ് അങ്ങനെയൊന്നും ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ആരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ പല ഫാൻ ഗ്രൂപ്പുകളും ഇത്രയും മോശം ടീമിൻ്റെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടും പല കാര്യങ്ങളുണ്ടായിട്ടും ചെറുവിരൽ മാനേജ്മെൻറ്റിനെതിരെ അനക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവർ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പരിപാടികൾക്കും എല്ലാ കാര്യങ്ങൾക്കൊക്കെ അവർ പോകുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ആക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടോ നിങ്ങളുടെ അടുത്ത് പേഴ്സണലി ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കരുവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളില്ലാന്നുണ്ടെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് ഇല്ല. ഈ ആരാധകരും സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു മാനേജ്മെൻറ്റ് ഈ ഒരു ക്ലബിനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അത് എല്ലാ ആരാധകരും, എല്ലാ സംഘടനകളും, ആരാധകരെ ഞാൻ പറയുന്നില്ല, ആരാധകരുടെയൊക്കെ മനസ്സ് ഒരുപോലെയാണ്. ഇപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ നമ്മളെല്ലാവരും നിൽക്കുന്നുണ്ട്. പക്ഷേ ചില ഗ്രൂപ്പുകൾ, ഒരു സംഘടനകൾ, അവരൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുള്ള മാതിരിക്ക് ആരാധകർ തമ്മിൽ പ്രശ്നമാണ്. 10 സംഘടനയാണ്, എന്നിട്ട് അവർ തമ്മിൽ പ്രശ്നമാണ്. അത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നല്ല അതിൻ്റെ കാര്യം. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇത് നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ടാണ്. ഈ ക്ലബ്ബ് ഉണ്ടെങ്കിലേ, ഈ ക്ലബിന് നിലനിൽപ്പുണ്ടെങ്കിലേ ഉള്ളൂ ആരാധക സംഘടന എല്ലാവരും ഉള്ളൂ. അല്ലാണ്ട് ആരും നിലനിൽക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സോ ക്ലബിൻ്റെ നിലനിൽപ്പാണ് ആദ്യം നോക്കേണ്ടത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ക്ലബിനൊരു ആരാധകരും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ ക്ലബ്ബ് നശിച്ചാണ് പോവുക. ഇപ്പം തന്നെ നമ്മുടെ സ്റ്റേഡിയമൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ആരാധകരെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. എത്രയേ ഉള്ളൂ ആരാധകരെ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര സങ്കടങ്ങളാണ് അവർക്കുള്ളത്. ഇപ്പം ഇന്നലെയൊക്കെ കൊൽക്കത്തക്കെതിരെയൊക്കെ തോറ്റതിന് നമ്മുടെ നാട്ടിൽ തന്നെ മോഹൻ ബഗാൻ്റെ ആരാധകരുണ്ടാവും. എത്രങ്ങാനും ട്രോളും കാര്യങ്ങളൊക്കെ അവരെ ഏറ്റുവാങ്ങുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ഇതൊക്കെ സഹിച്ച് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ നാടിനോടും ഈ ടീമിനോടും ഉള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്താണ്. ഇതിനെയാണ് ഈ മാനേജ്മെൻറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാനേജ്മെൻറ്റിനെതിരെയാണ് സംഘടനകൾ സമരം ചെയ്യുന്നതും കാര്യങ്ങൾ ഇഷ്യൂസ് ആക്കുന്നതൊക്കെ. ഇതിന് നമ്മൾ അവരെ കൂടെ നിന്ന് കൊടുക്കുക. നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, വേറെ സംഘടനകളാണെന്നുണ്ടെങ്കിലും അവർ ചെയ്തു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവരെ കൂടെ സപ്പോർട്ടീവായിട്ട് നിന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കുക, ഒന്നും ചെയ്യണ്ട. അവിടെ എന്നാൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നല്ല ആൾക്കാരായി, ആരാധകർക്ക് നല്ല ആൾക്കാരായല്ലോ. അതായത് ഒന്നും മിണ്ടണ്ട, നിങ്ങളൊന്നും ആക്റ്റീവ് ആവണ്ട, നിങ്ങൾ ഈ പറഞ്ഞ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും പോകണ്ട. ഒന്ന് മാനേജ്മെൻറ്റ് വിളിച്ചാലില്ല, വരാൻ പറ്റില്ല എന്ന് പറയാം. ഈ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. കാരണം ഇത് ക്ലബിൻ്റെ വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഈ സമയത്ത് ഒരുമിച്ച് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലബ്ബ് അധികകാലം മുന്നോട്ട് പോവില്ല. കാരണം ഞാൻ പറയുന്നുണ്ടല്ലോ, ആരാധകരെയും സ്പോൺസർമാരെയൊക്കെ കണ്ടിട്ടാണ് ഈ മാനേജ്മെൻറ്റ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനമൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, അത് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത്രയും ഇതേപോലെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്ലബ്ബ്. അതൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ക്ലബ്ബും ഉണ്ടാവില്ല, ഈ പറയുന്ന ആരാധക സംഘടന ഉണ്ടാവില്ല, ഇതിന് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് തന്നെ പോരാടാം.